നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുണ്ടന്നൂരിൽ നിന്നും പിടിയിലായത് കുറുവ സംഘമെന്ന് പോലീസ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും കവർച്ച നടത്തുന്നത് കുറുവ സംഘമെന്ന് സ്ഥിരീകരിച്ച പോലീസ്. പിടിയിലായ സന്തോഷ് ശെൽവം നിരവധി കേസുകളിൽ പ്രതിയെന്നും പോലീസ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ആലപ്പുഴയിൽ തുടരുന്നു. ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ സജ്ജമാക്കിയിട്ടുള്ള വേദികളിലാണ് ശാസ്ത്രമേള. നവംബർ 18-ന് ശാസ്ത്രമേളയ്ക്ക് സമാപനമാകും. ശബരിമല ദർശനത്തിന് ഭക്തജന തിരക്കേറുന്നു. ഭക്തർക്ക് ദർശനത്തിനായി കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട എന്നതാണ് ഈ തീർത്ഥാടന കാലത്തെ പ്രത്യേകത. ആലപ്പുഴ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മണ്ഡല മാസാചരണം തുടരുന്നു. മുഹമ്മ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് ആര്യക്കര സബ് സെന്റർ നവീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കുണ്ടന്നൂരിൽ പിടിയിലായത് കുറുവ സംഘമെന്ന പോലീസ്. 12-14 പേരടങ്ങുന്ന സംഘം പല വഴികളായി തിരിഞ്ഞാണ് മോഷണം നടത്തുന്നതെന്നും പോലീസ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും കവർച്ച നടത്തിയത് കഴിഞ്ഞ ദിവസം കുണ്ടന്നൂരിൽ നിന്നും പിടിയിലായവരാണെന്നും ഇവർ കുറുവ സംഘത്തിൽ ഉൾപ്പെട്ടവരാണെന്നും പോലീസ് സ്ഥിരീകരണം. തമിഴ്നാട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്തു. ഇവര് കഴിഞ്ഞ വർഷം ഈ സമയത്ത് നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങളിലാണ് ഉണ്ടാകുന്നത്. അങ്ങനെ വർഷത്തിൽ 3-4 മാസങ്ങൾ വന്ന് പോവുകയാണ് പതിവ്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ല് വെട്ടി മറ്റേ ഷേപ്പ് ചെയ്യാൻ പിച്ചാത്തിനായാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ റോഡിൽ നടക്കും. പല വീടുകളും കയറിയിട്ടില്ലെന്നാണ് അവർ പറയുന്നത്. പക്ഷേ വീടുകൾ ചില ഐഡന്റിഫൈ ചെയ്ത് വെക്കും, ബ്രേക്ക് ചെയ്യാൻ പറ്റിയ വീടുകൾ കണ്ടെത്തി വെക്കും. അതിനുശേഷം വന്ന് കയറും. അതിനടുത്ത് അതേ മാതൃകയുള്ള വീടുകളുണ്ടെങ്കിൽ അവിടെയും അതേ രീതിയിൽ കോപ്പറേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ഒന്നുകൂടിയ പ്രായം കൂടിയ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാരാണ്. പല പ്രായപരിധിയിലുള്ള ആൾക്കാർ പക്ഷെ ഇതിന്റെ ഈ പിന്നെ മുഖം, ഫേസ്, കണ്ണുകൾ, മറ്റ് ആകാരവടിവ്, ശരീരങ്ങൾ എല്ലാം ആ ബോഡി ലാംഗ്വേജും എല്ലാം. മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് കുറുവ സംഘത്തിൽപ്പെട്ട സന്തോഷ് ശെൽവമെന്ന് ഉറപ്പിച്ച് പോലീസ്. സന്തോഷ് ശെൽവത്തെ ഉൾപ്പെടെ ചിലരെ എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്യുകയും ആലപ്പുഴയിലേക്ക് എത്തിക്കുന്നതിനിടയിൽ സന്തോഷ് ശെൽവം വാഹനത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടിരുന്നു. മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിൽ ഒടുവിൽ ഇയാളെ പിടികൂടി ആലപ്പുഴയിലെത്തിച്ചു. ഇയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന ടാറ്റുവാണ് നിർണായകമായത്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ ഇയാൾ മാസങ്ങളായി എറണാകുളം ജില്ല കേന്ദ്രീകരിച്ച താമസമാക്കുകയായിരുന്നു. മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും എത്തിയത് 2 സംഘങ്ങൾ എന്നാണ് പോലീസ് നിഗമനം. 12-14 പേരടങ്ങുന്ന സംഘം പല സ്ഥലങ്ങളിലായി വന്ന് താവളം പിടിച്ച റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലാണ് ഇവർ പ്രധാനമായും തമ്പടിച്ചിട്ടുള്ളത്. അമ്പലപ്പുഴ, കായംകുളം, ചേർത്തല എന്നിവിടങ്ങളിലാണ് ഇവർ തമ്പടിച്ചിട്ടുള്ളത്. ഇതിൽ ചില സംഘങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് പ്രതിയെ പിടികൂടാൻ സഹായകമായത്. സ്വർണ്ണ ഉരുപ്പിടികൾ ഉൾപ്പെടെയുള്ള മോഷണ സാധനങ്ങൾ കട്ട് ചെയ്ത നിലയിൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കാമാക്ഷിപുരം സ്വദേശികളാണ് മിക്കവരും. പിടികൂടിയ സന്തോഷ് ശെൽവത്തിന് തമിഴ്നാട്ടിൽ 18 കേസുകളുണ്ട്. 8-ൽ പരം കേസുകൾ കേരളത്തിലുമുണ്ട്. മണ്ണഞ്ചേരിയിൽ നടത്തിയ കളവ കുറുവ സംഘത്തിൻ്റെതെന്ന് തന്നെയെന്നും ആലപ്പുഴ DYSP MR മധു പറഞ്ഞു. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ആലപ്പുഴയിൽ തുടരുകയാണ്. നഗരത്തിലെ വിവിധ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ് ശാസ്ത്രമേള നടക്കുന്നത്. നവംബർ 18-ന് സമാപിക്കും. 14 ജില്ലകളിൽ നിന്നായി 5000-ഓളം പ്രതിഭകൾ മത്സരിക്കുന്നു. പ്രധാന വേദിയായ സെന്റ് ജോസഫ് സ്കൂളിൽ സാമൂഹ്യശാസ്ത്രം IT മേളകൾ നടക്കുന്നു. ലിയോ 13 സ്കൂളിൽ ശാസ്ത്രമേളയും ലജനത്തുൽ മുഹമ്മദിയ സ്കൂളിൽ ഗണിതശാസ്ത്രവും SDV സ്കൂളിൽ പ്രവൃത്തി പരിചയമേളയും നടക്കുന്നു. വൊക്കേഷണൽ എക്സ്പോ, കരിയർ സെമിനാർ, കരിയർ എക്സിബിഷൻ, എന്റർടൈൻമെന്റ് എന്നിവ ലിയോ 13 സ്കൂളിലുമാണ് നടക്കുന്നത്. 14 ജില്ലകളിൽ നിന്നായി 5000-ലേറെ പ്രതിഭകൾ പങ്കെടുക്കുന്നു. വിവിധ ജില്ലകളിൽ നിന്നും എത്തിയിട്ടുള്ളവർക്ക് ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ സാംസ്കാരിക പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. 18-ാം തീയതി തിങ്കളാഴ്ച ശാസ്ത്രോത്സവം സമാപിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. വിസ്മയം തീർക്കുന്ന മായാലോകത്തിലൂടെയാണ് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള കടന്നുപോകുന്നത്. വിസ്മയ കാഴ്ചകളുടെ മായാലോകം തീർക്കുന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവം ആലപ്പുഴയുടെ മനം കവരുന്നു. കുട്ടികളുടെ ശാസ്ത്രാഭിരുചി മാറ്റിവെക്കുന്ന വേദികളിൽ അത്ഭുതം കൂറുന്ന മിഴികളോടെയാണ് കാണികൾ നീങ്ങിയത്. സോളാർ ട്രെയിൻ ഒരുക്കിയ കോട്ടയം മരങ്ങാട്ടുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളും കാഴ്ചാ പരിമിതി മറികടന്ന കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്ന സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും ബഹിരാകാശത്തെക്കുറിച്ചുള്ള ശാസ്ത്ര സംവാദത്തിൽ മൂർച്ചയേറിയ ചോദ്യങ്ങളുമായി എത്തിയ കുട്ടികളും കാണികളെ വിസ്മയഭരിതരാക്കി.
വിവിധ ജില്ലകളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ, രുചിഭേദങ്ങളുടെ വൈവിധ്യമാർന്ന ഭക്ഷ്യ സ്റ്റാളുകൾ, വർണ്ണവിസ്മയം തീർത്ത പൂച്ചെടികൾ, അലങ്കാര മത്സ്യ സ്റ്റാളുകൾ എന്നിവയെല്ലാം കാണികളെ മത്സരബുദ്ധിയോടെയാണ് മാടി വിളിച്ചത്. വിദേശ ഇനം കന്നുകാലികൾക്ക് ഇന്ത്യൻ കാലാവസ്ഥയുമായി പൊരുത്തപ്പെടാനാവുന്നില്ലെന്ന പരാതിക്ക് പരിഹാരവുമായാണ് കോഴിക്കോട് RECയിലെ കുട്ടികൾ മേളയ്ക്കെത്തിയത്. അന്തരീക്ഷമർദ്ദത്തിൽ യന്ത്രസഹായത്തോടെ മാറ്റങ്ങൾ വരുത്തി അനുകൂല കാലാവസ്ഥ സൃഷ്ടിക്കുന്ന ഉപകരണമാണ് കുട്ടികൾ പ്രദർശിപ്പിച്ചത്. വീട്ടുകാർക്ക് തന്നെ നന്നാക്കി ഉപയോഗിക്കാൻ കഴിയുന്ന വൈദ്യുതി ബൾബിന്റെ നിർമ്മാണ വിദ്യ പങ്കുവച്ചാണ് വടകര VHSS ശ്രദ്ധ കവർന്നത്. 40 രൂപയുടെ ബൾബാണ് സാങ്കേതിക വിദ്യ സഹിതം വിൽപ്പനയ്ക്കൊരുക്കിയത്. കിടപ്പ് രോഗികൾക്കും അത്യാഹിത വിഭാഗങ്ങളിൽ കഴിയുന്നവർക്കും സമയം തെറ്റാതെ ഔഷധ സേവ നടത്താൻ കഴിയുന്ന ഉപകരണം നിർമ്മിച്ചാണ് കോഴിക്കോട് JDTയിലെ കുട്ടികൾ മേളയെ സമ്പന്നമാക്കിയത്. ഹെഡ് മാട്രിക്സ് എന്ന പേരിൽ പ്രദർശിപ്പിച്ച യന്ത്രം രോഗിയുടെ കിടക്കയ്ക്കരികിൽ വയ്ക്കാൻ കഴിയും. മരുന്ന് കഴിക്കേണ്ട സമയം യന്ത്രത്തിൽ രേഖപ്പെടുത്തിയാൽ രേഖപ്പെടുത്തുന്ന സമയത്ത് കൃത്യനിഷ്ഠയോടെ അലാറം മുഴങ്ങും. യന്ത്രത്തിൽ സൂക്ഷിക്കുന്ന മരുന്നും കുടിക്കാനുള്ള വെള്ളവും യന്ത്രത്തിൽ നിന്ന് ഉയർന്നു വരും. മറ്റൊരാളുടെ സഹായമില്ലാതെ കയ്യകലത്തിൽ മരുന്നും വെള്ളവും കിട്ടുമെന്നത് രോഗികൾക്ക് ഏറെ ആശ്വാസം പകരും. കൂട്ടിരിപ്പുകാരോ നഴ്സിംഗ് സ്റ്റാഫോ അടുത്ത് വേണമെന്നില്ല എന്നതാണ് പ്രധാന മെച്ചം. ടൈം ന്യൂസ്, ആലപ്പുഴ. സംസ്ഥാന സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ ഇന്ത്യയുടെ മിസൈൽ വുമൺ എന്നറിയപ്പെടുന്ന ടെസി തോമസുമായി വിദ്യാർത്ഥികൾ സംവാദം നടത്തി. ഞങ്ങൾക്ക് പുസ്തകങ്ങൾ നോക്കി പഠിച്ച അറിവും വിവരമേ ഉണ്ടായിരുന്നുള്ളൂ പഠിക്കുന്ന കാലത്ത്. അതേസമയത്ത് ഇന്ന് ശാസ്ത്രരംഗത്ത് അല്ലെങ്കിൽ സയൻസ്, ടെക്നോളജി ഏത് നോളജ് വേണമെന്നുണ്ടെങ്കിലും എല്ലാം നമുക്കത് അറിയാനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അത് പഠിച്ചെടുക്കാനുമുള്ള സന്ദർഭങ്ങളുള്ള സമയമാണ്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിലുള്ള നിങ്ങളേവരും വളരെയധികം അനുഗ്രഹീതരാണ്. ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA, മോഡറേറ്റർ K രാജീവ് തുടങ്ങിയവരും പങ്കെടുത്തു. ശബരിമല തീർത്ഥാടനം ഭക്തജന തിരക്ക് ഏറുകയാണ്. ഏറെ നേരം ക്യൂ നിൽക്കാതെ ദർശനം നടത്താനാകും എന്നതാണ് ഈ മണ്ഡലകാലത്തിന്റെ പ്രത്യേകത. വൃശ്ചിക മാസത്തിൽ നട തുറന്നതിന് ശേഷം ശബരിമലയിൽ ഭക്തജന തിരക്ക് ഏറുകയാണ്. രണ്ടാം ദിവസം 75,000-ന് മേൽ ഭക്തജനങ്ങളാണ് ദർശനം നടത്തിയത്. വരും ദിവസങ്ങളിൽ കൂടുതൽ ഭക്തജന തിരക്കാവും അനുഭവപ്പെടുക. ഭക്തർക്ക് ദർശനത്തിനായി ഒരുപാട് നേരം കാത്തു നിൽക്കേണ്ടി വരുന്നില്ല എന്നതാണ് ഇക്കുറി മണ്ഡലമാസത്തെ സവിശേഷത. 1 മിനിറ്റിൽ 75-ന് മേൽ തീർത്ഥാടകർ 18ാം പടി ചവിട്ടുന്നു എന്നതാണ് പ്രാഥമിക കണക്ക്. ഇതുമൂലം നടപ്പന്തലിൽ കാത്തു നിൽക്കേണ്ടി വരുന്നില്ല. പുലർച്ചെ 3 മണിക്ക് നട തുറന്നത് മുതൽ തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താനുള്ള എല്ലാ സൗകര്യങ്ങളും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. കാനനപാത, പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരും ശബരിമലയിലേക്ക് എത്താൻ തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അന്യസംസ്ഥാന അയ്യപ്പ ഭക്തരുടെ വരവോടുകൂടി സന്നിധാനത്ത് തിരക്ക് വർദ്ധിക്കും എന്നാണ് നിഗമനം. ടൈം ന്യൂസ്, പത്തനംതിട്ട. കുടം തലയിൽ കുടുങ്ങിയ നായയെ രക്ഷപ്പെടുത്തി. പാമ്പ് പിടുത്തത്തിൽ പരിശീലനം ലഭിച്ച കുര്യച്ചിറ തമ്പിയാണ് നായയ്ക്ക് രക്ഷകനായത്. ശനിയാഴ്ച രാവിലെ പട്ടണക്കാട് പഞ്ചായത്ത് 9ാം വാർഡ് വടക്കേ നിവർത്ത ശശിധരന്റെ വീട്ടിലെ കുടത്തിൽ തലയിട്ട പട്ടി പ്രാണരക്ഷാർത്ഥം ഓടുകയായിരുന്നു. പഞ്ചായത്ത് അംഗം സുപ്രിയ രാജേഷ് അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചെങ്കിലും കുടം കുരുങ്ങിയ നായയുമായി ചേർത്തല അഗ്നിരക്ഷാസേന ഓഫീസിലെത്താൻ നിർദ്ദേശിച്ചു. തുടർന്ന് പാമ്പ് പിടുത്തത്തിൽ പരിശീലനം ലഭിച്ച കുര്യഞ്ചിറ തമ്പിയെ അറിയിക്കുകയും അദ്ദേഹം നായയെ പിടികൂടി കുടം മുറിക്കാതെ തന്നെ ഊരിയെടുത്ത നായയുടെ ജീവൻ രക്ഷിക്കുകയുമായിരുന്നു. ടൈം ന്യൂസ്, ചേർത്തല. മുഹമ്മ ഗ്രാമപഞ്ചായത്തിലെ ആര്യക്കര സബ് സെന്റർ നവീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. മുഹമ്മ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് ആര്യക്കര സബ് സെന്റർ നവീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ സത്യസന്ധമായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ പഴയ ജീവിതശൈലിയിൽ നിന്നും മാറി നമ്മുടെ ശരീരത്തിനൊരു ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ഭയപ്പെടാറുണ്ട്. എന്താണെന്നറിയോ, ഒരു പാവയെ ഇങ്ങനെ ഒരുക്കി വണ്ടി ഇരുന്നോലെ വണ്ടി ഇരിക്കും, അടുത്ത സ്ഥലത്ത് നിന്ന് അതുപോലെ ഇറങ്ങിയിരിക്കും. നടക്കാനൊരു സൗകര്യം ഇപ്പൊ കിട്ടാറില്ല. പല പാർട്ടി പരിപാടിയും ജാഥയൊക്കെ വരുമ്പോഴാണ് ആൾക്കൂടെ നടക്കുന്നത്. അല്ലാതെ നോക്കുകയാണെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ ഒരു സ്വീകരണ കേന്ദ്രം അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനം, നമുക്കൊന്നും ശരീരത്തിന് പഴയതുപോലെ ആയാസകരമായിട്ടുള്ള നമ്മുടെ ശരീരത്തിന് എക്സർസൈസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കുറഞ്ഞു വരുന്നത് കൊണ്ടാണ്. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു അധ്യക്ഷയായി. MS ലത, പ്രകാശ് ബാബു, M ചന്ദ്ര, KS ദാമോദരൻ, വിഷ്ണു V വട്ടച്ചിറ, കുഞ്ഞുമോൾ ഷാനവാസ്, മുഹമ്മ മെഡിക്കൽ ഓഫീസർ ജയന്തി എന്നിവർ സംസാരിച്ചു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റെജി സ്വാഗതവും PN നസീമ നന്ദിയും പറഞ്ഞു. ടൈം ന്യൂസ്, മുഹമ്മ. കാട്ടുകട ഹരിജൻ കോളനിയിൽ ആരോഗ്യ സെമിനാറും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പുറകിലേക്കാക്കുക,
ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിന്റെയും മുഹമ്മ ഗ്രാമപഞ്ചായത്ത് ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കാട്ടുകട ഹരിജൻ നഗറിൽ ആരോഗ്യ സെമിനാറും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന ഷാബു ഉദ്ഘാടനം ചെയ്തു. മറ്റു പാർശ്വഫലങ്ങളൊന്നുമില്ലാത്ത ഒരു ചികിത്സാ രീതി കൂടിയാണ്. അപ്പൊ അതിനെ ആശ്രയിക്കാൻ ഒട്ടനവധി പ്രയോജനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ആ പ്രയോജനങ്ങൾ, അതിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാക്സിമം ഈ ക്യാമ്പ് ഈ നാട്ടിലെ ബഹുജനങ്ങൾ മുഴുവൻ ഇപ്പോ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് എങ്കിൽ കൂടിയും നമുക്കറിയാം നന്നായി മരുന്നും കാര്യങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ക്യാമ്പ് ഇവിടെ നടക്കുന്നത്. ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MS ലത അധ്യക്ഷയായി. മുഹമ്മ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NT റജി, M ചന്ദ്ര, CD വിശ്വനാഥൻ, TC മഹീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. PN നസീമ സ്വാഗതവും ആര്യാട് ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസർ K ബിനേഷ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന മെഡിക്കൽ ക്യാമ്പിൽ മുഹമ്മ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിനു ലക്ഷ്മൺ, ചേർത്തല സൗത്ത് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ എന്നിവരുടെ നേതൃത്വത്തിൽ രോഗികളെ പരിശോധിച്ചു. ടൈനോസ് മുഹമ്മ. പ്രശസ്തമായ വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ഭക്തിസാന്ദ്രമായി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകിയെത്തി. പ്രശസ്തമായ വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലെ ലക്ഷാർച്ചന ഭക്തിസാന്ദ്രം. ഞായറാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 മണിവരെയായിരുന്നു ലക്ഷാർച്ചന. പുലർച്ചെ 5-ന് നിർമ്മാല്യ ദർശനം, തുടർന്ന് ഗണപതി ഹോമം, ഉഷപൂജ, ലക്ഷാർച്ചന, പന്തീരടി പൂജ, അഷ്ടാഭിഷേകം, രുദ്രാഭിഷേകം, 11-ന് ഉച്ചപൂജ, 12-ന് അന്നദാനം, വൈകിട്ട് 5-ന് നടതുറക്കൽ, 6:30-ന് ദീപാരാധന, തുടർന്ന് അഭിഷേകം, അത്താഴപൂജ എന്നിവയും നടന്നു. ലക്ഷാർച്ചനയിൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്ത് പുണ്യം നേടി. പ്രകാശ് സ്വാമി ക്ഷേത്രം രക്ഷാധികാരിയായും, പ്രജീഷ് പ്രകാശ് മുഖ്യ രക്ഷാധികാരിയായും, അഡ്വക്കേറ്റ് PP ബൈജു പ്രസിഡന്റായും, രാജു പള്ളിപ്പറമ്പിൽ വൈസ് പ്രസിഡന്റായും, N രാജീവ് സെക്രട്ടറിയായും, KH സുരേഷ് ജോയിന്റ് സെക്രട്ടറിയായും, V ഓമനക്കുട്ടൻ ഖജാൻജിയുമായുള്ള കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ലക്ഷാർച്ചന ചടങ്ങുകൾ. ടൈനൂസ് കലവൂർ. ചേർത്തല നെടുമ്പ്രക്കാട് 2307 നമ്പർ NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മുരുകനാട് ക്ഷേത്രത്തിലേക്ക് നടന്ന താലപ്പൊലി ഭക്തി സാന്ദ്രമായി. ചേർത്തല നെടുമ്പ്രക്കാട് NSS കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ മുരിയനാട്ട് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ അഹസ്സും താലപ്പൊലിയും ഭക്തിസാന്ദ്രമായി. ശനിയാഴ്ച രാവിലെ 7-ന് നാരായണീയ പാരായണവും വൈകിട്ട് 6:30-ന് ദീപാരാധന, ദീപക്കാഴ്ച, തുടർന്ന് ക്ഷേത്രത്തിലേക്ക് താലപ്പൊലി വരവ് എന്നിവയും നടന്നു. കരയോഗം പ്രസിഡന്റ് B അപ്പുക്കുട്ടൻ നായർ, സെക്രട്ടറി G സുരേഷ് ബാബു, ട്രഷറർ വിജേഷ്, ഭാരവാഹികളായ വിജയമ്മ, T സ്നേഹ, അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി. ടൈം ന്യൂസ് ചേർത്തല. പ്രധാന വാർത്തകൾ വീണ്ടും. കുണ്ടന്നൂരിൽ നിന്നും പിടിയിലായത് കുറുവ സംഘമെന്ന പോലീസ്. ആലപ്പുഴ മണ്ണഞ്ചേരിയിലും പുന്നപ്രയിലും കവർച്ച നടത്തുന്നത് കുറുവ സംഘമെന്ന് സ്ഥിരീകരിച്ച പോലീസ്. പിടിയിലായ സന്തോഷ് ശെൽവം നിരവധി കേസുകളിൽ പ്രതിയെന്നും പോലീസ്. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ആലപ്പുഴയിൽ തുടരുന്നു. ആലപ്പുഴ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ സജ്ജമാക്കിയിട്ടുള്ള വേദികളിലാണ് ശാസ്ത്രമേള. നവംബർ 18-ന് ശാസ്ത്രമേളയ്ക്ക് സമാപനമാകും. ശബരിമല ദർശനത്തിന് ഭക്തജന തിരക്കേറുന്നു. ഭക്തർക്ക് ദർശനത്തിനായി കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട എന്നതാണ് ഈ തീർത്ഥാടന കാലത്തെ പ്രത്യേകത. ആലപ്പുഴ ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മണ്ഡല മാസാചരണം തുടരുന്നു. മുഹമ്മ ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ ചെലവഴിച്ച് ആര്യക്കര സബ് സെന്റർ നവീകരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.